വചന ശുശ്രൂഷയ്ക്കായിരിക്കും. ആ വചന ശുശ്രൂഷയിൽ ഇരിക്കുന്ന കല്യാണം കഴിക്കുന്ന ചെറുക്കനും പെണ്ണും എത്ര അത് കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയത്തില്ലെങ്കിലും വീഡിയോ റെക്കോർഡിങ്ങും ഒക്കെ ഇപ്പൊ നന്നായിട്ടുള്ളത് കൊണ്ട് അവർ കൂടെ ഇട്ട് കേൾക്കും എന്ന് നമുക്ക് ആശിക്കാം. എനിവേ, ഇത് ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ് ആണ്. വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് മത്തായി സുവിശേഷം ഡിവോഴ്സിനെ പറ്റി വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ടച്ച് ചെയ്തേക്കാം. എന്നാൽ വേദപുസ്തകത്തിൽ വളരെ ക്ലിയർ ആയി കർത്താവ് തന്നെ നമുക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, നോ ഡിവോഴ്സ് ആഫ്റ്റർ മാരേജ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം പെട്ടെന്ന് വായിക്കും. ഒരുപാട് വാക്യങ്ങൾ ഉണ്ടെങ്കിലും 5-ന്റെ 32-ാം വാക്യം ഒരാൾ വായിക്കുകയും സുവിശേഷങ്ങളിൽ 3 സുവിശേഷങ്ങളിൽ അത് റിപ്പീറ്റഡ്ലി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സുവിശേഷങ്ങളിലെ എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, പരസംഘം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം എന്ത് ചെയ്യുന്നു? അവളെ കൊണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ബേസ് ഡിവോഴ്സിന് വേണ്ടി കർത്താവ് കണ്ടെങ്കിൽ അത് എന്താ? അൺഫെയ്ത്ത്ഫുൾനെസ്, അഡൾട്ടറി. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ, അഡൾട്ടറി പോലും ക്ഷമിക്കാമെങ്കിൽ ഒരു വിവാഹ മോചനം നടക്കാതിരിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദം. കാരണം എന്റെ ദൈവം അത് ഹോശേയ പ്രവചനത്തിൽ പറഞ്ഞു. ഹോശേയാവിനോട് പറഞ്ഞു, നീ പോയി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കല്യാണം കഴിക്കരുത്. എന്നിട്ട് കർത്താവ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നിന്റെ ഭർത്താവാണ് ഞാൻ, എന്നെ വിട്ടാണ് നീ എന്തിനു പോയിരിക്കുന്നത്, എന്നിട്ട് ഞാൻ നിന്നെ റിസീവ് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് അഡൾട്ടറിയുടെ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞു രക്ഷപ്പെടാൻ ഒരു മാർഗമല്ല ഡിവോഴ്സ്. നിന്റെ ഭാര്യ വഴിയെ പോയ ആരാണ്ട് നോക്കി അത് അഡൾട്ടറിയുടെ കണക്ക് കൂട്ടി 2 ദിവസം എന്റെ പാസ്റ്ററെ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോ എന്റെ ഭാര്യ ഒരുത്തനുമായിട്ട് വർത്താനം പറയുന്നു. പാസ്റ്റർ എനിക്ക് നന്നായിട്ട് അറിയാം, കുറെ നാളായിട്ട് തുടങ്ങിയതാണ്. എവിഡൻസ് തരാൻ പറഞ്ഞ ഈ പുള്ളിക്ക് ഇല്ലതാണ്. ചുരുക്കി പറഞ്ഞ കാണുന്നതിനെയല്ല, തിരുവചനത്തിൽ ഇങ്ങനെ ഒരു പേരുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അഡൾട്ടറി അല്ലെങ്കിൽ അൺഫെയ്ത്ത്ഫുൾനെസ് എന്ന പേര് പറഞ്ഞ് അതിന്റെ എക്സംഷനിൽ, എക്സ്ക്യൂസിൽ വിവാഹ മോചനം നടത്താം എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ മുൻപാകെ, വലിയവനായ കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപാകെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. അന്ന് നീ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ് എന്ന ഉത്തരവാദിത്വമുള്ളത് കൊണ്ട് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, യേശു തമ്പുരാൻ കൊടുത്ത അപ്രൂവൽ അല്ല ആ വേദഭാഗത്തുള്ളത്. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ പാടില്ല, വേർതിരിക്കാനായിട്ട് പാടില്ല. ഡിവോഴ്സ് കഴിയാതിരിക്കാൻ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. വിവാഹത്തിൽ അല്പം കശൽ തുടങ്ങുമ്പോ തന്നെ, അല്പം ഫാമിലി പ്രോബ്ലംസ് ഒന്ന് തുടങ്ങുമ്പോ തന്നെ കർത്താവിന്റെ ദാസന്മാരോടോ അറിയാവുന്നത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു തേർഡ് പാർട്ടിയോടോ ആ കാര്യങ്ങൾ അറിയിച്ച് പ്രാർത്ഥിച്ചു പോകുന്നതായിരിക്കും ഉത്തമം. ഈ നാളുകളിലൊക്കെ വിവാഹ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ തീർക്കാൻ വിളിക്കുന്നത് ഒരു 80% ഇന്ത്യക്കാരും മലയാളികളും ഏറ്റവും ലാസ്റ്റിൽ പ്രശ്നം തീർന്ന് പെട്ടിയും പൂട്ടി കഴിയുമ്പോഴാണ് വിളിക്കുന്നത്. ഞങ്ങൾ പാവപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും, ആശയങ്ങളെ പറഞ്ഞു കൊടുക്കും, ഇതാണ് നല്ല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോഴത്തേക്ക് മിക്കവാറും ഒക്കെ ചെവിട് അറുത്തിട്ടുണ്ട്. ചെവിടിന്റെ വേര് മുഴുവൻ അറുത്തു വെച്ചിട്ട് മുകളിൽ ഒരു ചെടിയായി നിന്നിട്ടാണ് ഇനിയും ആർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്? കർത്താവിന്റെ ദാസന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. അവരത് പ്രാർത്ഥിച്ച് ശരിയാക്കിയില്ലെങ്കിൽ കൃപയില്ലാത്ത ഉപദേശിയാണെന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്യുന്ന സ്വഭാവം മലയാളി ദൈവമക്കളുടെ ഇടയിലുണ്ട്. ഇന്ന് രാത്രി വ്യക്തമായി ഞാൻ ഓർപ്പിക്കാം, വ്യക്തമായി ഈ വിഷയങ്ങൾ തുടങ്ങുമ്പോൾ ഒരല്പം കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ദൈവകൃപയുള്ള ദൈവത്തിന്റെ ദാസന്മാരാണ്. ദൈവത്തിന്റെ അഭിഷേകം
അഭിഷേകത്താൽ ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. ചില പ്രിയപ്പെട്ടവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ വിവരം മൂന്നാമതൊരാളിനോട് പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിട്ട് ആ കൂട്ടത്തിൽ മൂന്നാമതൊരാൾ അറിയുന്നതിനേക്കാൾ നല്ലത് തുടങ്ങുമ്പോൾ തന്നെ നിന്റെ കുടുംബ ജീവിതത്തെ സേവ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ കൃപയുള്ള ദൈവത്തിന്റെ ദാസന്മാരുടെ സഹായം ആവശ്യപ്പെടുകയും ഒരുമിച്ച് മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കുകയും തന്നെത്താൻ കറക്റ്റ് ചെയ്യാൻ മനസ്സ് കാണിക്കുകയും ചെയ്താൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ റെസ്റ്റോർ ചെയ്യാനായിട്ട് കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. ഫാമിലി കൗൺസിലിംഗ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് പഠിക്കാൻ കർത്താവ് കൃപ തരുന്നുണ്ട്. പലരെയും ഈ ദേശത്ത് തന്നെ പെന്തിക്കോസ്തുകാരെയും അല്ലാതുള്ള പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കൃപയാൽ ഉപദേശങ്ങൾ പറയുന്നതിന്, അവരെ ഒരു പരിധി വരെയൊക്കെ സഹായിക്കുന്നതിന്, ഹെൽപ്പ് ചെയ്യുന്നതിന് കർത്താവ് അവസരം തന്നിട്ടുണ്ട്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ സന്ദേശം ഡയറക്റ്റ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ മാത്രമല്ല, ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട്, നമ്മുടെ ഭവനങ്ങളിൽ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം, ഒരു സാത്താന്യ ശക്തി, ഒരു അന്ധകാര ശക്തി, ഒരു പൈശാചിക ശക്തി ആ കുടുംബത്തെ തകർക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ശത്രു നിങ്ങളുടെ കുടുംബത്തിൽ ജയം ഏറ്റെടുക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ നിശ്ചയമായിട്ടും ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടുന്ന ഉപദേശങ്ങളെ കൈക്കൊള്ളുകയും അടുത്ത ആളിനെ ബ്ലെയിം ചെയ്യാതെ എന്ത് കറക്ഷൻ വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് കഴിയാത്തതായി മറ്റൊന്നുമില്ല. റോമർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, മത്തായി സുവിശേഷം, ഈവൻ മലാക്കി പ്രവചനത്തിൽ വളരെ ശക്തമായ ഒരു വാക്കാണ് ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ഡിവോഴ്സിനെ പറ്റി. മലാക്കി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, I hate divorce. Malachi 2:16, I hate divorce. Thus says the Lord. സർവശക്തനായ യഹോവയുടെ അരുളപ്പാട് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു? ഉപേക്ഷണം വെറുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് ദൈവത്താൽ വെറുക്കപ്പെട്ട ഒരു കാര്യമാണ് ഡിവോഴ്സ്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ കുടുംബജീവിതത്തിലെങ്കിലും ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, പണ്ട് ജീവിച്ച ഒരു സൊസൈറ്റിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് രാത്രി വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ദൈവം വെറുക്കുന്ന, ശക്തമായിട്ട് എതിർക്കുന്ന ഒന്നാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. വിവാഹം പെർമനന്റ് ആയിരിക്കണം. മാറി മാറി ട്രൈ ചെയ്യുവാനുള്ളതല്ല, മാറി മാറി ജീവിക്കാനായിട്ടുള്ളതല്ല, മാറി മാറി തുണി വസ്ത്രം മാറുന്നത് പോലെ മാറുവാനുള്ളതല്ല വിവാഹം, കുടുംബജീവിതം എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയും. ഇത് തമാശയല്ല, ഇത് ഉത്തരവാദിത്വത്തോടു കൂടി ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് വിവാഹം എന്ന് പറയുന്നത്. Let me go further. മുൻപോട്ട് പോകട്ടെ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ പറ്റുകയില്ല. ഒരു കുടുംബത്തിൽ അതിപ്രധാനമായി നമ്മൾ മാരേജിൽ നമുക്ക് റോൾ ഉള്ളത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അല്പസമയങ്ങൾ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും റോള് എന്താണെന്ന് ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫാമിലിയിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്നവരാണ്, മനുസ്മൃതിയുടെ ഇൻഫ്ലുവൻസ് ഉള്ളവരാണ്, അല്ലെങ്കിൽ പുരാണങ്ങളുടെ ഒക്കെ ഇൻഫ്ലുവൻസ് ധാരാളം ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീയെ വളരെ ഒരു സ്ലേവിനെ പോലെ കരുതുന്ന ഒരു സൊസൈറ്റി ആണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അല്പം വിദ്യാഭ്യാസവും അവയർനെസ്സും ഒക്കെ ഉള്ളത് കൊണ്ട് ആ ചിന്ത മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴെന്ന് മാത്രമല്ല, യഹൂദന്മാരുടെ പശ്ചാത്തലത്തിലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു നികൃഷ്ട ജീവിയായി കണ്ടിരുന്ന ഒരു കാലമാണ്. യഹൂദൻ സിനഗോഗിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്രകാരം അവൻ എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കും, I thank you Lord for creating me neither as a woman nor as a dog. എന്നെ ഒരു സ്ത്രീയായോ നായായോ സൃഷ്ടിക്കാഞ്ഞതിന് ഞാൻ അങ്ങേക്ക് നന്ദി കരയിട്ടു. അങ്ങനെ ഒരു വളരെ നികൃഷ്ടമായ ഒരു സൊസൈറ്റി
ഒരു നിലനിന്നിരുന്നു നമ്മുടെ ഭാരത സൊസൈറ്റി അതിൽ നിന്ന്